ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. 1001 രാത്രികളിലെ 18ാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ റെയ്ഹാനും ആപ്പിളും സുന്ദരിയുടെ ജഡവും. ഖലീഫ ഹാരുൺ അൽ റഷീദ് പ്രജകളുടെ അവസ്ഥ നേരിൽ കാണുന്നതിനായി രാത്രി കാലങ്ങളിൽ ഊരു ചുറ്റുന്നൊരു പതിവുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം തൻ്റെ മന്ത്രി ജാഫറിനോട് പറഞ്ഞു, ഇന്ന് നമുക്ക് വേഷം മാറി നഗരത്തിൽ നടക്കാം. കുറ്റം ചെയ്യുന്ന രാജസേവകരെ കണ്ടുപിടിക്കണം. അങ്ങനെ ഖലീഫയും ജാഫറും അംഗരക്ഷകനും കൂടി നഗരത്തിലെ തെരുവിൽ കൂടി നടന്നു. വഴിക്ക് വെച്ച് ഒരു വൃദ്ധനെ കണ്ടുമുട്ടി. മീൻ പിടിക്കാനുള്ള വലയും കൂട്ടയുമായി വടിയൂന്നി നടന്നിരുന്ന ആ മുക്കുവൻ ഒരു കവിത മൂളിക്കൊണ്ടിരുന്നു. ജ്ഞാനികൾ പറയുന്നു, വിജ്ഞാനമാണ് വലുതെന്ന്. അധികാരമില്ലെങ്കിൽ ജ്ഞാനത്തിന് എന്ത് വില? ആഹാരമില്ലെങ്കിൽ അറിവ് കൊണ്ട് എന്തു ഫലം? മുക്കുവൻ്റെ മൂളിപ്പാട്ട് ഖലീഫയുടെ മനസ്സിനെ സ്പർശിച്ചു. ആരാണ് അയാൾ എന്ന് അദ്ദേഹം തൻ്റെ മന്ത്രിയോട് ചോദിച്ചു. അപ്പോൾ മുക്കുവൻ പറഞ്ഞു, ഞാനൊരു പാവം മീൻ പിടിക്കുന്ന മുക്കുവൻ. മീൻ പിടിച്ചു ജീവിക്കുന്നു. എൻ്റെ കുടുംബം എന്നെ കാത്തിരിക്കുന്നു. ഇന്ന് മീനൊന്നും കിട്ടിയില്ല. ഞാനും കുടുംബവും ഇന്ന് പട്ടിണിയിലായത് തന്നെ. അപ്പോൾ ഖലീഫ പറഞ്ഞു, ഇന്ന് നീ ഞങ്ങളുടെ കൂടെ പോരൂ. ഒരു തവണ കൂടി കടലിൽ വല വീശി നോക്കൂ. കിട്ടുന്നത് എന്തായാലും 100 ദിനാറിന് ഞാൻ അത് വിലക്കെടുക്കാം. കഥ ഇത്രയും ആയപ്പോഴേക്കും നേരം പുലർന്നു. ഷഹറാസാദ് കഥ പറച്ചിൽ നിർത്തി. അടുത്ത രാത്രി സമാഗതമായപ്പോൾ ഷഹറാസാദ് കഥ തുടർന്നു. 100 ദിനാർ കിട്ടുമെന്ന് കേട്ടപ്പോൾ മുക്കുവൻ ഉത്സാഹത്തോടെ വലയെറിഞ്ഞു. വലിച്ചു കയറ്റിയപ്പോൾ വലിയ ഭാരം തോന്നി. പക്ഷെ മീനല്ല, ഒരു വലിയ പെട്ടിയാണ് വലയിൽ കുടുങ്ങിയത്. ഖലീഫ ആ പെട്ടി വാങ്ങി 100 ദിനാർ മുക്കുവന് കൊടുത്തു. അയാൾ സന്തോഷത്തോടെ തൻ്റെ വീട്ടിലേക്ക് പോയി. ഖലീഫ പെട്ടി കൊട്ടാരത്തിൽ കൊണ്ടുചെന്ന് തുറന്നു നോക്കി. പനയോല കൊണ്ടുള്ള ഒരു ഭാണ്ഡം, ഭാണ്ഡത്തിനുള്ളിൽ മറ്റൊരു പൊതിക്കെട്ട്. പൊതിക്കെട്ട് തുറന്നപ്പോഴാകട്ടെ ഒരു മൃതദേഹമാണ് കണ്ടത്. സുന്ദരിയായൊരു യുവതിയുടെ 3 മുറിച്ച ശരീരം. അത് കണ്ട് ഖലീഫ ഏറെ നേരം ദുഃഖിച്ചിരുന്നു. ഒടുവിൽ ദേഷ്യത്തോടെ മന്ത്രിയോട് ആജ്ഞാപിച്ചു, ജാഫർ, ഇത്തരം ദുഷ്കൃത്യങ്ങൾ എൻ്റെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ആരാണിത് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. 3 ദിവസത്തിനകം ഘാതകനെ പിടികൂടിയില്ലെങ്കിൽ തന്നെയാണ് കഴിവേറ്റുക. മന്ത്രി തല പുകഞ്ഞാലോചിച്ചു. ഘാതകനെ കണ്ടുപിടിക്കാനുള്ള മാർഗമൊന്നും തെളിഞ്ഞില്ല. 4ാമത്തെ ദിവസം രാജാവ് മന്ത്രിയെ വിളിച്ചു വരുത്തി. ഘാതകനെ പിടികൂടിയിട്ടില്ലെന്നറിഞ്ഞപ്പോൾ തൻ്റെ ഉത്തരവ് നടപ്പാക്കാൻ തീരുമാനിച്ചതായി പ്രഖ്യാപിച്ചു. ഈ സമയം സുമുഖനായ ഒരു യുവാവ് ഓടി വന്ന് താനാണ് കുറ്റവാളിയെന്നും തന്നെ ശിക്ഷിക്കണമെന്നും പറഞ്ഞു. അതേസമയം തന്നെ മറ്റൊരു വൃദ്ധനും ഹാജരായി. അയാളും കുറ്റസമ്മതം നടത്തുകയും തന്നെ ശിക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. 2 പേർ കൊലപാതക കുറ്റം ഒരേ സമയം ഏറ്റെടുത്ത സ്ഥിതിക്ക് യഥാർത്ഥ കുറ്റവാളി ആരെന്നറിയാൻ ബുദ്ധിമുട്ടായി. ഖലീഫ പ്രതികളെ ചോദ്യം ചെയ്തു. വധം നടത്തിയത് എങ്ങനെയെന്ന് യുവാവ് വിവരിച്ചപ്പോൾ അയാളാണ് ഘാതകനെന്ന് ഖലീഫയ്ക്ക് മനസ്സിലായി. കൊല്ലാനുള്ള കാരണമെന്തെന്ന് ഖലീഫ ചോദിച്ചപ്പോൾ യുവാവ് പറഞ്ഞു, എൻ്റെ ഭാര്യയെയാണ് ഞാൻ കൊന്നത്. ഭാര്യയുടെ അച്ഛനാണ് ഇദ്ദേഹം. എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇദ്ദേഹം നുണ പറയുന്നതാണ്. ഞാനും ഭാര്യയും ഞങ്ങളുടെ 3 പുത്രന്മാരുമായി സുഖമായി ജീവിച്ചു വരവേ ഭാര്യയ്ക്ക് കലശലായ രോഗം ബാധിച്ചു. എത്ര ചികിത്സിച്ചിട്ടും രോഗത്തിന് ശമനമുണ്ടായില്ല. അപ്പോൾ അവൾക്ക് ആപ്പിൾ തിന്നാൻ കൊതിയുണ്ടെന്ന് പറഞ്ഞു. ആപ്പിൾ കിട്ടുന്ന കാലമായിരുന്നില്ല അത്. ഞാൻ പലയിടത്തും അന്വേഷിച്ചു നടന്നു. 10-15 ദിവസത്തെ അന്വേഷണ ഫലമായി 3 ദിനാർ കൊടുത്ത് 3 ആപ്പിൾ വാങ്ങി. പക്ഷേ ആപ്പിളുമായി വരുമ്പോഴേക്ക് അവൾക്ക് വീണ്ടും സുഖമില്ലാതായി. അതുകൊണ്ട് പിന്നീട് തിന്നാമെന്ന് പറഞ്ഞ് ആപ്പിൾ കിടക്കയ്ക്കരികിൽ വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ രോഗം തീർത്തും ഭേദമായി. രാവിലെ ഞാൻ എൻ്റെ കടയിൽ പോയി. ഉച്ചയായപ്പോൾ ഒരു കാപ്പിരി യുവാവ് റോഡിൽ കൂടി പോകുന്നത് കണ്ടു. അവൻ്റെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു. തനിക്കിത് എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ കണ്ണുറുക്കി. അതൊരു രഹസ്യമാണ്. യജമാനനോട് മാത്രം പറയാം. എനിക്കൊരു കാമുകിയുണ്ട്, ഒരു വലിയ വീട്ടിലെ സുന്ദരി. സുഖമില്ലാതെ കിടന്ന അവൾക്ക് ഭർത്താവ് 3 ആപ്പിൾ വാങ്ങിക്കൊടുത്തു. അതിലൊന്ന് അവൾ എനിക്ക് തന്നു. ഇക്കാര്യം യജമാനൻ മറ്റാരോടും പറയരുത്. അത് കേട്ട് എനിക്ക് വല്ലാതെ ദേഷ്യം വന്നു. കട പൂട്ടി ഞാൻ വീട്ടിലേക്ക് ഓടി.
ആപ്പിൾ അവിടെ ഉണ്ടോ എന്ന് നോക്കി. 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭാര്യയോട് ചോദിച്ചപ്പോൾ അവൾ തിന്നിട്ടില്ലെന്നും എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞുകൂടെന്നുമാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നീഗ്രോ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. ഇവൾ എന്നെ വഞ്ചിച്ചു. ആ വൃത്തികെട്ട കാപ്പിരിയെ പ്രേമിക്കുന്ന ഇവളെ ജീവനോടെ വെച്ചേക്കരുതെന്ന് തീരുമാനിച്ചു. ഞാൻ അവളെ വെട്ടിക്കൊന്നു. 3 മുറിച്ച് പെട്ടിയിലടച്ച് ആരും കാണാതെ പെട്ടി കടലിലിട്ടു. വീട്ടിലെത്തിയപ്പോൾ മൂത്ത മകൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അമ്മയുടെ കട്ടിലിന് സമീപം 3 ആപ്പിൾ ഇരിക്കുന്നത് കണ്ട് ഒരെണ്ണം ഞാൻ എടുത്തു. അതുമായി തെരുവിൽ കളിക്കാൻ പോയി. ഒരു നീഗ്രോ വന്ന് ആപ്പിൾ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. സുഖമില്ലാത്ത അമ്മയ്ക്ക് അച്ഛൻ വാങ്ങിക്കൊടുത്തതാണെന്ന് പറഞ്ഞു. അവൻ അത് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിക്കളഞ്ഞു. ഇതറിഞ്ഞാൽ അമ്മ എന്നെ അടിക്കും. അവൻ വീണ്ടും കരഞ്ഞു. ഞാൻ ജീവച്ഛവമായി നിന്നുപോയി. നിർദോഷിയായ എൻ്റെ പ്രിയതമയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ദുഷ്ടനാണ് ഞാൻ. ഭാര്യയുടെ അച്ഛനോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. എനിക്ക് ജീവിക്കണമെന്നില്ല. എന്നെ തൂക്കിലേറ്റാൻ അങ്ങ് ഉത്തരവാകണം. ആ യുവാവിൻ്റെ കഥ ഖലീഫയുടെ മനസ്സിൽ ദുഃഖത്തിൻ്റെ വേലിയേറ്റമുണ്ടാക്കി. യുവാവ് കുറ്റവാളിയല്ലെന്ന് അദ്ദേഹം തീർപ്പ് കൽപ്പിച്ചു. അയാളെയും ഭാര്യാപിതാവിനെയും പറഞ്ഞയച്ചിട്ട് ജാഫറോട് ആജ്ഞാപിച്ചു, ആ നീഗ്രോയെ 3 ദിവസത്തിനകം ഹാജരാക്കണം. അവനാണ് ഇതിനെല്ലാം ഉത്തരവാദി. അവനെ കിട്ടിയില്ലെങ്കിൽ തൻ്റെ കഥ കഴിക്കും. ജാഫറുടെ കാര്യം പിന്നെയും കഷ്ടത്തിലായി. ആപ്പിൾ തട്ടിപ്പറിച്ച നീഗ്രോയെ തിരിച്ചറിയുന്നതെങ്ങനെ? ജാഫർ ദുഃഖിച്ച് വീട്ടിലിരുന്നു. 4ാമത്തെ ദിവസം കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ഇന്ന് രാജകോപത്തിന് പാത്രമായത് തന്നെ. അയാൾ ഭാര്യയോടും മക്കളോടും യാത്ര പറഞ്ഞു. ഇളയ മകളെ ആലിംഗനം ചെയ്തപ്പോൾ അവളുടെ കുപ്പായ കീശയിൽ ഒരാപ്പിൾ കിടക്കുന്നത് കണ്ടു. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ 1 ദിനാറിന് ഒരു നീഗ്രോയുടെ പക്കൽ നിന്ന് വാങ്ങിയതാണെന്നും റെയ്ഹാൻ എന്നാണ് നീഗ്രോയുടെ പേരെന്നും പറഞ്ഞു. ഉടനെ ജാഫർ റെയ്ഹാനെ കണ്ടുപിടിച്ചു. യുവാവിൻ്റെ മകൻ്റെ കയ്യിൽ നിന്നും ആപ്പിൾ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയത് താനാണെന്ന് അയാൾ സമ്മതിച്ചു. ജാഫർ അവനെ ഖലീഫയുടെ മുമ്പിൽ ഹാജരാക്കി. എല്ലാം കേട്ട് അത്ഭുതം കൂറിയിരുന്ന ഖലീഫയോട് ജാഫർ പറഞ്ഞു, തിരുമനസേ, ഇതിനേക്കാൾ വിസ്മയകരമായ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നു. എന്താണത്? ഖലീഫ ചോദിച്ചു. അപ്പോഴേക്ക് നേരം പുലർന്നതുകൊണ്ട് ഷഹറാസാദ് കഥ പറച്ചിൽ നിർത്തി. അടുത്ത രാത്രി അവർ കഥ തുടർന്നു. എന്തായിരിക്കും ആ പുതിയ സംഭവമെന്ന് നിങ്ങൾക്കറിയണ്ടേ? കാത്തിരുന്നോളൂ, ഞാൻ വരാം.